خير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. സ്നേഹമുള്ള വിശ്വാസിനികളെ, ഈ മഹല്ല് സംഗമത്തിൻ്റെ ഈ പ്രൗഢമായ വേദിയിൽ ഇതിൻ്റെ അധ്യക്ഷവേദി അലങ്കരിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാന്യരെ, സദസ്സിൽ സംഗമിച്ചിട്ടുള്ള പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ സർവലോക പരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനകളെ, നിർദ്ദേശങ്ങളെ, വിധിവിലക്കുകളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാഹി നവോത്ഥാന ചരിത്രത്തിൽ നിങ്ങളുടെ ഈ നാട് വഹിച്ച പങ്ക് എന്തായിരുന്നു എന്നും യഥാർത്ഥ തൗഹീദിന്റെ ആശയാദർശങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകളും മഹല്ലും സംവിധാനവും ഇവിടെ കെട്ടിപ്പടുക്കപ്പെട്ടത് എന്തെല്ലാം ത്യാഗ പരിശ്രമങ്ങളിലൂടെയായിരുന്നു എന്നതുമാണ് ബഹുമാന്യനായ ഷാനവാസ് കെയുടെ സംസാരത്തിൽ നമ്മൾ കേട്ടത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ കുടുംബമായി ഈ ആദർശ പ്രസ്ഥാനവും അതിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളുമായി സർവോപരി നമ്മുടെയൊക്കെ ഇഹപര ജീവിത വിജയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രൗഢമായ 2-3 സംസാരങ്ങൾ കൂടി നടക്കാനുള്ളതാണ് ഈ വേദി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും കർമ്മങ്ങളെ വിചാരണക്ക് കൊണ്ടുവരുന്ന അവൻ്റെ പരലോക കോടതിയിൽ നമുക്ക് സ്വർഗം ലഭിക്കാൻ കാരണമാകുന്ന ഒരു സൽക്കർമ്മമായി ഈ സംസാരത്തെ, കേൾവിയെ, ഇതിൻ്റെ സംഘാടനത്തെ അള്ളാഹു നമ്മിൽ നിന്ന് ഒരു നന്മയായി പരിഗണിക്കുമാറാകട്ടെ. കുടുംബം
മനോഹരമാണ് എന്നതാണ് നമുക്ക് പറയാനുള്ള വിഷയം. അതിൻ്റെ ഒരു ആശയതലം മനസ്സിലാകാൻ ആണിനും പെണ്ണിനും സഹായകമാകുന്ന രണ്ട് ഉദാഹരണങ്ങളിൽ നിന്ന് സംസാരം ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് യാത്ര പോയി അവിടെ നിന്ന് നമ്മൾ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ, ചിലപ്പോൾ ഗൾഫിൽ നിന്നാകാം, ടൂറ് പോയിട്ടാകാം, ഏതെങ്കിലും ഒരു നാട്ടിൽ നിന്ന് നമ്മൾ കുടുംബത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മുടെ കുട്ടികൾക്കും വീട്ടിലുള്ളവർക്കും വിലപിടിപ്പുള്ള എന്തെങ്കിലും ഒരു വസ്തു നമ്മൾ വാങ്ങി നമ്മുടെ ബാഗിൽ സൂക്ഷിച്ചു വെച്ചു. അത് ഏറ്റവും സന്തോഷം തോന്നുന്ന രൂപത്തിൽ നമ്മുടെ കുട്ടികൾക്കൊരു സർപ്രൈസ് കൊടുത്ത് ബാഗിൽ നിന്ന് എടുത്തു കൊടുക്കാമെന്നാണ് നമ്മൾ വിചാരിച്ചത്. അങ്ങനെ എല്ലാവരും കൂടിയിരുന്ന് മിഠായി മറ്റു കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കൊടുത്ത് കുട്ടികൾക്ക് ഏറെ സന്തോഷമാകണമെന്ന് വിചാരിച്ച് നിൽക്കണ ആ സമയത്ത് നമ്മൾ ആ കളിക്കോപ്പ് അല്ലെങ്കിൽ ആ വിലപിടിപ്പുള്ള നമ്മൾ വാങ്ങി സൂക്ഷിച്ച ആ വസ്തു ബാഗിൽ നിന്ന് എടുക്കുമ്പോൾ അത് പൊട്ടിപ്പോയിട്ടുണ്ട്, കേട് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ മനസ്സ് അനുഭവിക്കുന്ന ഒരു അവസ്ഥ എന്തായിരിക്കും? അഥവാ ഏറെ സന്തോഷമുണ്ടാകുമെന്ന് വിചാരിച്ച് സൂക്ഷിച്ചു വെച്ച ഒരു കാര്യം അതൊരു സങ്കടത്തിന് കാരണമാകുമ്പോൾ മനസ്സനുഭവിക്കുന്ന പ്രയാസം ചെറുതല്ല. ഇനി സ്ത്രീകൾ ചിന്തിച്ചു നോക്കി, നമ്മളാരോ എവിടുന്നോ ഒരു യാത്ര കഴിഞ്ഞ് നേരത്തെ പറഞ്ഞ പോലെ ഗൾഫിൽ നിന്നോ എവിടുന്നോ വീട്ടിലേക്ക് വരുന്ന ദിവസം, കുറേ ദിവസത്തിനു ശേഷം നമ്മൾ വീടണയുകയാണ്, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഏതോ ഒരു അതിഥി നമ്മുടെ വീട്ടിലേക്ക് വരികയാണ്. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി വളരെ സന്തോഷത്തോടു കൂടി കുറേ ദിവസം ആലോചിച്ച് അന്ന് രാവിലെ മുതൽ വീണ്ടും ചിന്തിച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നല്ല വിഭവം ഉണ്ടാക്കാൻ തീരുമാനിച്ച് അത് നമ്മൾ വിചാരിച്ചോടത്തു നിന്ന് വിട്ടു, കയ്യിൽ നിന്ന് വിട്ടു. അതിലെന്തോ ഉപ്പോ മറ്റോ കാര്യങ്ങളോ കൂടിപ്പോയി, അതിൻ്റെ വേവ് കൂടി, അതൊരു വിരുന്ന് വന്ന ആൾക്ക് വിളമ്പി കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറിയാൽ ആ സമയത്ത് നിങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രയാസം എത്ര വലുതായിരിക്കും? അഥവാ രുചികരമായി വിളമ്പണമെന്ന് വിചാരിച്ച ഒരു ഭക്ഷണം വിചാരിച്ച രൂപത്തിലേക്ക് ആകാതെ വരുമ്പോൾ അനുഭവിക്കുന്ന ഒരു പ്രയാസം, അതും വിരുന്നുകാരുള്ള ദിവസം. ഇതുപോലെ നമുക്ക് ഈ ജീവിതത്തിൽ ഏറെ ആസ്വദിക്കാനും നമുക്ക് ഈ ജീവിതത്തിൽ ഏറെ സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും നമുക്ക് പരസ്പരം താങ്ങും തണലുമായി മാറാനും പരസ്പരം സമാധാനം കണ്ടെത്താനുമായി ഒന്നിച്ച് കഴിഞ്ഞുകൂടാനുള്ള ഒരു ഇടമാണ് യഥാർത്ഥത്തിൽ കുടുംബം എന്ന് പറയുന്നത്. ഭാര്യയും ഭർത്താവും പരസ്പരം വസ്ത്രങ്ങളെപ്പോലെ പരസ്പരം സുരക്ഷ കൊടുത്ത്, ഭാര്യയും ഭർത്താവും ഒന്നിച്ചുള്ള ജീവിതം ലിതസ്കുനു ഇലൈഹ, സമാധാനം കണ്ടെത്താനുള്ളതാണ്. മക്കൾ നമ്മുടെ കൺകുളിർമയാണ്, ആഹ്ലാദമാണ്, ആനന്ദമാണ്. ഇങ്ങനെ മനസ്സറിഞ്ഞ് ആസ്വദിക്കാനും അനുഭവിക്കാനും സന്തോഷിക്കാനും വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ നമ്മുടെ കുടുംബജീവിതം, അത് ആ സന്തോഷവും സമാധാനവും നൽകുന്ന രൂപത്തിലാകാതെ വേദനയും പ്രയാസവും കഷ്ടപ്പാടും സമ്മാനിക്കുന്നതായാൽ നമ്മൾ അനുഭവിക്കുന്ന സങ്കടം എത്ര വലുതായിരിക്കും. അതുകൊണ്ട് തന്നെ
ഈ ജീവിതത്തിൽ ഏറെ ആസ്വദിക്കാനും സമാധാനിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ നമ്മുടെ ആ കുടുംബ ജീവിതത്തെ മനോഹരമായി നിലനിർത്തി കൊണ്ടുപോവുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് ഇൻഷാ അല്ലാഹ് നമുക്ക് സഹായകമാകുന്ന ഏതാനും ചില കാര്യങ്ങൾ ചുരുങ്ങിയ മിനിറ്റിൽ പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബത്തെ സ്നേഹിക്കണമെന്നറിയാത്ത, കുടുംബത്തിൽ നിന്ന് തിരിച്ച് സ്നേഹം ലഭിക്കണമെന്ന് ആഗ്രഹിക്കാത്ത, സ്നേഹത്തിലൂടെ മാത്രമേ കുടുംബജീവിതത്തിന്റെ കെട്ടുറപ്പ് നിലനിൽക്കുകയുള്ളൂ എന്നറിയാത്ത ഒരാൾ പോലും നമ്മുടെ കൂട്ടത്തിലില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ കൊടുക്കുന്നതും വാങ്ങുന്നതുമായ ആ സ്നേഹം സമാധാനവും സന്തോഷവും ലഭിക്കാനുള്ള മാർഗമാകണമെങ്കിൽ, നമ്മളുടെ കുടുംബം മനോഹരമാകണമെങ്കിൽ നാം ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം നിഷ്കളങ്കമായിരിക്കണം നമ്മുടെ സ്നേഹം എന്നതാണ്. നിഷ്കളങ്കമായി സ്നേഹിക്കുന്നതും കപട മനസ്സോടുകൂടി സ്നേഹിക്കുന്നതുമായ സ്നേഹബന്ധങ്ങൾ ദുനിയാവിലുണ്ട്. അത് ആരോടാകട്ടെ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള, ഉമ്മയും ബാപ്പയും മക്കളും തമ്മിലുള്ള, ജ്യേഷ്ഠ അനുജ സഹോദരി തമ്മിലുള്ള, അമ്മായിമ്മയും മരുമക്കളും തമ്മിലുള്ള, ആര് തമ്മിലുള്ള സ്നേഹമാകട്ടെ, കാപട്യത്തിന്റെ ഒരു സ്നേഹമുണ്ട്. കാപട്യത്തിന്റെ സ്നേഹം എന്താണെന്ന് ചോദിച്ചാൽ, ഭാര്യയെ കാണുമ്പോൾ ഭാര്യയെ ഏറ്റവും ആത്മാർത്ഥമായി സ്നേഹിക്കുകയും എന്നാൽ ഭാര്യ അറിയാതെ ഭാര്യയെ അതിവിദഗ്ധമായി വഞ്ചിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. ഭർത്താവിന്റെ മുന്നിൽ അയാളെയാണ് ഏറ്റവും നന്നായി സ്നേഹിക്കുന്നത് എന്ന് വരുത്തി തീർക്കുകയും ഭർത്താവിനേക്കാൾ വലിയ സ്നേഹബന്ധം മറ്റുള്ളവരോട് കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. ഉമ്മയും ഉപ്പയും ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ ആ സമയത്ത് അത് ചെയ്തു കൊടുക്കുകയും കൂട്ടുകാരോട് അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതൊരു വല്ലാത്ത വേദനയായി ഉമ്മാനെയും ബാപ്പാനെയും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നവരുണ്ട്. ഇതൊക്കെ കാപട്യത്വത്തോടുകൂടി സ്നേഹം കൊണ്ടു നടക്കുമ്പോൾ സംഭവിക്കുന്നതാണ്. നിഷ്കളങ്കമാകണം നമ്മുടെ സ്നേഹമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സ്നേഹിക്കുന്നത് ഏത് രൂപത്തിലാകണം എന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ രൂപത്തിൽ നമുക്ക് സ്നേഹിക്കാനാകണം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ല, സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. 3 കാര്യങ്ങൾ ആരിലാണോ ഉള്ളത് അവൻ ഈമാനിന്റെ മധുരം ആസ്വദിക്കും, അനുഭവിക്കുമെന്നാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നാമത് പറഞ്ഞത് അൻ യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അല്ലാഹു റസൂലും മറ്റെന്തിനേക്കാളും അവന് പ്രിയപ്പെട്ടതാകണം. രണ്ടാമത് ആ ഹദീസിൽ പറഞ്ഞത് എന്താ? അവിടെ നമ്മൾ അടിവരയിടണം, നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭാഗം എന്നതുകൊണ്ട്. അല്ലാഹ്ക്ക് വേണ്ടിയല്ലാതെ. അപ്പൊ നമ്മൾ ആരെ സ്നേഹിക്കുകയാണെങ്കിലും ആ സ്നേഹം പടച്ചോന് വേണ്ടിയാകണം. അങ്ങനെ ഒന്ന് പരസ്പരം സ്നേഹിച്ചു നോക്കി. നമ്മൾ ഭാര്യയെ സ്നേഹിക്കുന്നു ആർക്ക് വേണ്ടി? അല്ലാഹ്ക്ക് വേണ്ടി. ഭാര്യ കാണാനോ ഭാര്യ അറിയാനോ ഭാര്യയുടെ മുന്നിൽ നല്ല സ്നേഹമുള്ള ഭർത്താവായി ചമയാനോ ഒന്നുമല്ല. പടച്ചോന് വേണ്ടി നമ്മൾ നമ്മുടെ ഭാര്യയെ സ്നേഹിക്കുന്നു. സഹോദരങ്ങളെ, ആ സ്നേഹത്തിന് എന്തൊരു ഭംഗിയുണ്ടാകും, എന്തൊരു മനോഹാരിതയുണ്ടാകും. ഭർത്താവിനെ സ്നേഹിക്കുന്നു ആരെ കാണാൻ? ഭർത്താവ് അറിയാൻ വേണ്ടിയല്ല. ഭർത്താവ് കാണുമ്പോ ഭർത്താവിന്റെ മനസ്സിൽ
ഞാൻ നല്ല സ്നേഹമുള്ള ഒരു ഭാര്യയാണെന്ന് മൂപ്പർ എന്നെ പറ്റി വിചാരിക്കണം എന്ന് കരുതിയിട്ടല്ല. പടച്ചോൻ കാണുന്നുണ്ട് എന്നെ. അതുകൊണ്ട് ഞാൻ എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നത് പടച്ച റബ്ബിന് വേണ്ടിയാണ് എന്ന് വിചാരിച്ചൊന്ന് സ്നേഹിച്ചു നോക്കി. മക്കൾ മാതാപിതാക്കളെ, മാതാപിതാക്കളും മക്കളെ അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിച്ചു നോക്കി. എവിടെ സഹോദരങ്ങളെ ചതിയും വഞ്ചനയും ഉണ്ടാകുക? എവിടെയാണ് പരസ്പരം ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുക? ഇവിടെ ഇരിക്കുന്ന ഓരോ ഭർത്താവും തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയാണ് എന്ന് വിചാരിച്ച് സ്നേഹിച്ചാൽ അവളടുത്ത് നിന്ന് എന്തെങ്കിലും ഒരു പ്രയാസകരമായ സമീപനം ഉണ്ടായി, ദേഷ്യപ്പെടുവോ? അവളോട് അതേ സ്വരത്തിൽ തിരിച്ചു പറയോ? ഇല്ല, പടച്ചോനെ ഞാൻ ഇവളെ സ്നേഹിക്കുന്നത് നിനക്ക് വേണ്ടിയാണ്, നിന്റെ അടുത്തുനിന്ന് കൂലിട്ടാൻ വേണ്ടിയാണ്. ഉമ്മാനെയും ബാപ്പാനെയും, അമ്മായിമാനെയും അമ്മോശനെയും, മരുമകളെയും മരുമകനെയും, ജ്യേഷ്ഠനെയും അനുജനെയും, ആങ്ങളെയും പെങ്ങളെയും ഒക്കെ അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിച്ചാൽ നമ്മൾ വർത്താനം പറയാൻ പോലും കിട്ടണില്ല. ഒക്കെയാണ് എനിക്കൊരു കാര്യം പറയാണ്ട്. അനക്കിപ്പോ എന്നാ കാര്യം പറയല്ലാത്തൊന്നും ഉണ്ടായിരുന്നു അവിടെ കഴിഞ്ഞ്. ഈ ഭർത്താവ് എന്തോ കാര്യം വലിയ സംഭവമായിട്ട് അവതരിപ്പിക്കണം. ഒരു തമാശയായി പറഞ്ഞതാ കൂട്ടിക്കോളെ. നമ്മളെന്താ പറയാ, നിങ്ങൾ വലിയൊരു തമാശ പറയാൻ കണ്ട ഒരു സമയം. പിന്നെ എങ്ങനെ നമുക്ക് സ്നേഹം പ്രകടിപ്പിക്കുക? എങ്ങനെയാ? നമ്മൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹത്തെ പ്രകടിപ്പിക്കാൻ കഴിയുക കൂടി വേണം. സ്നേഹം നിഷ്കളങ്കമാവുകയും മക്കളോടും ഇണകളോടുമൊക്കെയുള്ള, മാതാപിതാക്കളോടുള്ള നമ്മുടെ സ്നേഹത്തെ പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കളെ ചുംബിച്ചതും 10 മക്കളുണ്ടായിട്ടും ഞാൻ എൻ്റെ കുട്ടിയെ ചുംബിച്ചിട്ടില്ല എന്ന് പറഞ്ഞ മനുഷ്യനോട് കാരുണ്യം അല്ലാഹു മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞാൽ എനിക്കെന്ത് ചെയ്യാനാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ച് പ്രതികരിച്ചതുമൊക്കെ ചരിത്രത്തിൽ നമ്മൾ ഓരോരുത്തരും വായിച്ചു പോയ ഭാഗമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഒന്ന് നിഷ്കളങ്കമായി സ്നേഹിക്കണം. നമ്മളുടെ കുടുംബം മനോഹരമാകാൻ മനസ്സിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന നമ്മുടെ സ്നേഹത്തെ പ്രകടിപ്പിക്കാൻ കഴിയണം. മൂന്നാമത്തെ കാര്യം, നമുക്ക് കിട്ടിയ ഇണയെ, നമ്മുടെ ഉമ്മാനെ ബാപ്പാനെ, നമ്മുടെ മക്കളെ ഉൾക്കൊള്ളാൻ കഴിയണം. അത് ചങ്ങനെ നമ്മൾ ഹോട്ടലിൽ കയറിയിട്ട് സാധാരണ പറയാറില്ലേ ആൾക്കാർ, ഹോട്ടലിൽ കയറി ഭക്ഷണം തിരഞ്ഞെടുക്കണതും ഭാര്യയെ തിരഞ്ഞെടുക്കണതും ഒരേപോലെയാണ് എന്നൊക്കെ ട്രോളായിട്ട് ആൾക്കാർ പറയാറുണ്ട്. കാരണം ഏത് വേണേലും തിരഞ്ഞെടുക്കാൻ പറ്റിയ അവസ്ഥയിൽ നമ്മളൊരു ഫുഡ് പറഞ്ഞു, അത് കിട്ടി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തെ മേശമ്മ വേറൊരു ഫുഡ് കൊടുന്ന് വെച്ചാൽ അത് ഓർഡർ ചെയ്താൽ മതിയായിരുന്നു എന്ന് ചിന്തിച്ചാൽ ഈ തിന്നണീന് വല്ല രസം ഉണ്ടാവുമോ? അത് ആളുകൾ തമാശയായി പറയുന്നതാണെങ്കിൽ അതിൻ്റെ ഒരു മറുവശമുണ്ട്. ഇപ്പൊ തമാശയായിട്ട് ഒരാൾ ഇങ്ങനെ പറഞ്ഞു, ഒരു ദിവസം ഒരു വണ്ടിയിൽ പോകുമ്പോൾ കുറേ നല്ല മനോഹരമായ വീടുകളൊക്കെ ഇങ്ങനെ ഉണ്ടപ്പോൾ അയാൾ തമാശ പറഞ്ഞാണ്, ഇവിടുന്നാണ് പെണ്ണിട്ടേണ്ടതെന്ന് പറഞ്ഞു, ഇവിടുന്നൊക്കെയാണ് പെണ്ണിട്ടേണ്ടതെന്ന് തമാശ പറഞ്ഞാണ്. ഇത് കാര്യമായി കൊണ്ട് നടക്കുന്ന ആളുകളില്ലേ സമൂഹത്തില്? ഇങ്ങനത്തെ ഒരു ഭാര്യ ഒന്നല്ലായിരുന്നു ഇപ്പൊ എനിക്ക് വേണ്ടത്. പിന്നെന്ത് സന്തോഷ കുടുംബജീവിതത്തിന് ഉണ്ടാകുക? എല്ലാവർക്കും കിട്ടിയ ഭർത്താവ്, ഇങ്ങനത്തെ ഒരു ഭർത്താവിനാണല്ലോ ഇപ്പൊ എനിക്ക് കിട്ടിയത്. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഞാൻ ആഗ്രഹിച്ച ഭർത്താവ് എന്ന് കല്യാണം കഴിഞ്ഞ് കൂടെ ജീവിക്കുമ്പോഴും അങ്ങനെ ചിന്തിച്ചാൽ സഹോദരങ്ങളെ, പിന്നെ ആ ജീവിതത്തിന് എന്ത് രസമാണ് ഉണ്ടാകുക? അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ കൈ പിടിച്ച് 5 ഉപദേശം എനിക്ക് തന്നു. എന്റെ കൈ പിടിച്ച് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 5 ഉപദേശങ്ങളെ എനിക്ക് നൽകുകയും ആ ഉപദേശങ്ങൾ കേൾക്കുന്നവർ ജീവിതത്തിൽ പകർത്തണമെന്നും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്നും പറഞ്ഞ് 5 ഉപദേശങ്ങൾ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിലെ ഒരു ഉപദേശം എന്താണ്? വർള ബിമാ ഖസമല്ലാഹു ലക് തകുന്ന ഗനന്നാസ്. അല്ലാഹ് നിനക്ക് വീതിച്ചു തന്ന ഓഹരി ഉണ്ടല്ലോ, അതിൽ നീ തൃപ്തിപ്പെടുക. എന്താണെങ്കിലും, വീടാകട്ടെ, മക്കളാകട്ടെ, ഭാര്യയാകട്ടെ, ഭർത്താവാകട്ടെ, കുടുംബമാകട്ടെ, വാഹനമാകട്ടെ, കച്ചവടമാകട്ടെ, ജോലിയാകട്ടെ, സാമ്പത്തിക മേഖലയാകട്ടെ, ആരോഗ്യാവസ്ഥയാകട്ടെ, എന്തുമാകട്ടെ, വർള ബിമാ ഖസമല്ലാഹു ലക്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് വീതിച്ചു തന്ന ആ ഓഹരിയെ നീ തൃപ്തിപ്പെടുകയാണെങ്കിൽ
തകുൻ അഗ്നന്നാസ്, നീയായിരിക്കും ജനങ്ങളിലെ ഏറ്റവും ഐശ്വര്യമുള്ള വ്യക്തി. അങ്ങനെ ഒന്ന് ഉൾക്കൊണ്ട് നോക്കി. നമ്മളെ ഭാര്യ, അവൾക്ക് എന്ത് അസുഖം ഉണ്ടെങ്കിലും, അവൾക്ക് എന്തൊക്കെ കുറവുകൾ ഉണ്ടെങ്കിലും, അവൾക്ക് ഏതെല്ലാം നിലക്കുള്ള പോരായ്മകൾ നമ്മൾ കാണുന്നുണ്ടെങ്കിലും, നമ്മൾ മനസ്സിൽ പറയാണ്, ആകാശവും ഭൂമിയും പടക്കണീന്റെ 50,000 കൊല്ലം മുമ്പ് എന്റെ കൂടെ ജീവിക്കണമെന്ന് പടച്ചോൻ തീരുമാനിച്ചത് ഇവളെയാണ്. അത് പടച്ചോന്റെ തീരുമാനമാണ്. അതിനെ ഞാൻ ഉൾക്കൊള്ളണം. എന്നിട്ട് എന്റെ മനസ്സിൽ ഒരു കുറവും പ്രകടിപ്പിക്കാതെ എനിക്ക് മുന്നോട്ട് പോകാനാകണമെന്ന് ചിന്തിച്ചാൽ അള്ളാഹ് പറയാണ്, തകുൻ അഗ്നന്നാസ്, നീയായിരിക്കും ജനങ്ങളിൽ ഏറ്റവും സന്തോഷമുള്ള മനുഷ്യൻ. തിരിച്ച് പെണ്ണും അങ്ങനെ ചിന്തിക്കുക. ആകാശവും ഭൂമിയൊക്കെ പടക്കണീന്റെ എത്രയോ കൊല്ലം മുമ്പ് പടച്ചോൻ തീരുമാനിച്ചതാണ് എന്ന് മനസ്സിൽ ഉൾക്കൊണ്ടാൽ ആ ഭർത്താവിന്റെ കൂടെ ജീവിക്കുമ്പോൾ എന്തൊരു സന്തോഷം ഉണ്ടാവും. ഇനി ചിലപ്പോ ഭാര്യമാര് തന്നെ നമ്മളോട് ഇങ്ങനെ പറയും, നിങ്ങൾക്കൊന്നും പറ്റിയൊരാളായിരുന്നില്ലല്ലേ ഞാൻ, നിങ്ങൾ വിചാരിച്ച പോലെ ആയിട്ടില്ലല്ലേ. അത് ഞാൻ അങ്ങോട്ട് പറയണമെന്ന് കരുതിയത്, ഞാൻ ഇങ്ങോട്ട് പറഞ്ഞതിൽ വലിയൊരു സമാധാനം ഉണ്ട് എന്ന് അറിയാണ്ട്. അല്ല, അങ്ങനെ ഈ പറയരുത്. ആ വാക്ക് കൊടുക്കുന്ന കരുത്ത് എത്രയും മനുഷ്യന്മാരെ. അങ്ങനെ നീ പറയരുത്. കാരണം എന്താ വെച്ചാൽ, ആകാശഭൂമികളെ പടക്കുന്നതിന്റെ മുൻപ് എന്റെ ഇണയാകണം നീ എന്ന് പടച്ചോൻ തീരുമാനിച്ചിട്ടല്ലേ ഈ ഞാൻ ഒന്നായത് എന്ന് പറഞ്ഞാൽ അന്ന് അവൾ അനുഭവിക്കുന്ന ഒരു സന്തോഷം എത്രയേക്കാരം. തിരിച്ച് ഭർത്താവ് നമ്മളോട് ഇങ്ങനെ പറയാണ്, ഞാൻ എൻ്റെ പെരുമാറ്റത്തിലോ സ്വഭാവത്തിലോ ഒക്കെ നിനക്ക് ഇടങ്ങേറുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ നിനക്ക് ഒരു വിചാരിച്ച ജീവിതം എൻ്റെ അടുത്ത് നിന്ന് കിട്ടാതെ പോയോ, അതിനൊക്കെ എന്താണെന്ന് വെച്ചാൽ കുറച്ചേരം ഇരുന്ന് സംസാരിക്കണം എന്നുള്ളത് വേറെ കാര്യം അല്ലേ. അപ്പൊ ഈ ഒരു വാക്ക് പറഞ്ഞാൽ കിട്ടുന്ന സമാധാനം എത്രയാണ്. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ പടച്ചോനെ, എന്റെ കുട്ടികളാകാൻ പടച്ചോൻ തീരുമാനിച്ചത് ഇവരെയാണ്. അത് അള്ളാന്റെ തീരുമാനമാണ്. അതിലുള്ള ഖൈറും ഷെറും ഒക്കെ ഞാൻ ഉൾക്കൊള്ളേണ്ടതാണ് എന്ന് വിചാരിച്ചാൽ, സഹോദരങ്ങളെ, നിത്യരോഗിയായ മകനെ വളർത്തുന്നിടത്ത് നമുക്കൊരു പ്രയാസം ഉണ്ടാവില്ല. പെരീന്ന് എല്ലാവരും കല്യാണത്തിന് പോവുകയാണ്, നമുക്കൊരു കല്യാണത്തിന് പോകാൻ പറ്റണില്ല, നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റണില്ല. നമ്മ കിട്ടിയ ബാപ്പ, ഉമ്മ, അമ്മ, അമ്മോശൻ, അമ്മായി, ആരുമാകട്ടെ, എപ്പോഴും രോഗമാണ്, പ്രയാസാണ്. നമുക്ക് ഒരു കാര്യത്തിനൊരു ഫ്രീഡം കിട്ടണില്ല. അവിടെ വിചാരിക്കാണ്, ഇത് പടച്ചോന്റെ തീരുമാനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ തീരുമാനത്തെ ഞാൻ അങ്ങ് ഉൾക്കൊള്ളുകയാണെങ്കിൽ എനിക്ക് ഈ ദുനിയാവിലെ ഏറ്റവും വലിയ സന്തോഷത്തോടുകൂടി, സമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയും എന്ന് നമ്മൾ മനസ്സിലാക്കണം. നാലാമത്തെ കാര്യം, നമ്മുടെ കുടുംബം മനോഹരമാകാനും നമുക്ക് മനസ്സിൽ പ്രയാസമില്ലാതിരിക്കാനും നമ്മൾ ചിന്തിക്കേണ്ട നാലാമത്തെ കാര്യം, പൂർണ്ണത എന്ന് പറയുന്ന സാധനം ഒരിക്കലും ഇവിടെ ഉണ്ടാവില്ല. ദുനിയാവിൽ ഉണ്ടാകുമോ പൂർണ്ണത? നമ്മൾ വിചാരിക്കണം എന്താണെന്നറിയോ, അങ്ങനത്തെ ഒരു ഭാര്യയെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി സന്തോഷം ഉണ്ടാകുമായിരുന്നു. വെറുതെയാണ്. അയാളെ പോലത്തെ ഒരാളാണ് എൻ്റെ ഭർത്താവ് എങ്കിൽ എനിക്ക് ഇതിനേക്കാൾ കുറച്ചുകൂടി ഒരു സമാധാനം, സന്തോഷം ഉണ്ടായിരുന്നു. വെറുതെയാണ്. കാരണം പൂർണ്ണത എന്നത് സ്വർഗത്തിന്റെ പ്രത്യേകതയാണ്. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ദുഖുലൂഹാ ബിസലാം ദാലിക യൗമുൽ ഖുലൂദ് ലഹും മാ യശാഊന ഫീഹാ വലദൈനാ മസീദ്. 9-ാം അധ്യായം സൂറത്തു ഖാഫിൽ അല്ലാഹു പറഞ്ഞില്ലേ, ഉദ്ഖുലൂഹാ ബിസലാം, സമാധാനത്തോടുകൂടി നിങ്ങൾ ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. ദാലിക യൗമുൽ ഖുലൂദ്, അതത്രേ സ്ഥിരതയുടെ, സ്ഥിരതാമസത്തിന്റെ ദിവസം. ലഹും മാ യശാഊന ഫീഹാ വലദൈനാ മസീദ്. ലഹും മാ യശാഊന ഫീഹാ, അവരാഗ്രഹിച്ചതൊക്കെയും അവർക്ക് ആ സ്വർഗത്തിലുണ്ട്. വലദൈനാ മസീദ്, വർദ്ധിപ്പിച്ചു കൊടുക്കാൻ നമ്മളുടെ അടുത്തുമുണ്ട്. അല്ലാഹു പറഞ്ഞില്ലേ. അപ്പൊ ഈ ആഗ്രഹിച്ചതൊക്കെ കിട്ടുക എന്നത് അത് സാധ്യമാകുക സ്വർഗത്തിൽ മാത്രമാണ്. ഇഹലോകത്ത് അത് സാധ്യമാകൂല. ഈ ചിന്ത എപ്പോഴും ഉണ്ടാകണം. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു കുറവ് കാണുമ്പോഴും, പടച്ചോനെ ഇവിടെ പൂർണ്ണത ഉണ്ടാവില്ലല്ലോ, ഓളടുത്തുള്ള കുറവ് ഇതാണ്. വേറൊരു പെണ്ണായിരുന്നെങ്കിൽ ഈ കാര്യത്തിൽ ഉഷാറാകുമ്പോൾ മറ്റൊരു കുറവ് ചിലപ്പോൾ അവളുടെ അടുത്ത് ഉണ്ടാകുമായിരുന്നു. ഇന്ന് കാണാൻ കുറച്ച് ഭംഗിക്കുറവുണ്ട്, പക്ഷെ ദീനീ കാര്യത്തിൽ അവൾ എനിക്ക് എത്ര സപ്പോർട്ടാണ്.
ചിലപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു പെണ്ണായിരുന്നെങ്കിൽ, ദീനീ കാര്യത്തിൽ ഞാൻ പരീക്ഷിക്കപ്പെട്ടിരുന്നെങ്കിലോ. അങ്ങനെ സഹോദരങ്ങളെ, കുറവുകൾക്ക് പകരം മേന്മ കാണുകയും പൂർണ്ണത ഇവിടെ ഉണ്ടാവുകയില്ല എന്നും ചിന്തിക്കാനായാൽ മനോഹരമായ കുടുംബജീവിതത്തെ നമുക്ക് കൊണ്ടു നടക്കാൻ കഴിയും. അഞ്ചാമത്തെ കാര്യം, മനസ്സുകൾ തമ്മിൽ അടുക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. മനസ്സ് വായിക്കാൻ കഴിയണം. ഞാൻ പറയുന്നു, ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ എത്ര ആള് കഴിഞ്ഞ ഒരു 10 കൊല്ലായി, 15 കൊല്ലായി, 20 കൊല്ലായി, അതിൻ്റെയും അപ്പുറമായി കുടുംബജീവിതം കൊണ്ടുനടക്കുന്ന ആൾക്കാർ ഈ സദസ്സിലുണ്ടല്ലോ. ഒരു 15 കൊല്ലായി ഒന്നിച്ച് ജീവിച്ചിട്ടും ഭാര്യയ്ക്കൊരു ഡ്രസ്സ് കൊണ്ടേ കൊടുത്താൽ അത് കറക്റ്റ് ആയിരിക്കും, ഓൾക്ക് ഇഷ്ടമുള്ള കളറായിരിക്കും, ഡിസൈൻ ആയിരിക്കും എന്ന രൂപത്തിൽ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന എത്ര ഭർത്താക്കന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും? 15 കൊല്ലായി നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്. അപ്പുറത്തിരിക്കുന്ന സഹോദരിമാര്, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കൊടുത്താൽ അത് മൂപ്പർക്ക് ഇഷ്ടമുള്ള രൂപത്തിലുള്ള ഒരു സാധനമായിരിക്കും. അങ്ങനെ കറക്റ്റ് വാങ്ങാൻ നമുക്ക് എത്ര ആൾക്ക് പറ്റും? എന്തുകൊണ്ടാണ് പറ്റാത്തത്? നമ്മളങ്ങനെ ജീവിക്കുന്നുണ്ട് എന്നല്ലാതെ ഇപ്പോഴും ഇഷ്ടങ്ങളെ പരസ്പരം മനസ്സിലാക്കിയിട്ടില്ല. ഒരു നോട്ടത്തിൽ നിന്ന് ഞാൻ എന്തു വായിക്കണം എന്നത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, മാത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ബൈതി വഫീ യൗമി വബൈന സഹരി വനഹരി. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എൻ്റെ വീട്ടിൽ എനിക്ക് നിശ്ചയിച്ച ദിവസത്തിൽ എൻ്റെ മടിത്തട്ടിൽ കിടന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട ചോദിച്ചു. ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അപ്പൊ ഒരു സംഭവം ഉണ്ടായി. എന്താ സംഭവം? ഞാനും റസൂലും ഇരിക്കുന്ന ആ മുറിയിലേക്ക് ഫദഖല അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ വമഅഹു സിബാകുൻ റത്ബുൻ ഫനദറ ഇലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ സഹോദരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ആയിഷ ബീവി പറയാണ്, അബ്ദുറഹ്മാൻ ആ റൂമിലേക്ക്, എൻ്റെ വീട്ടിലേക്ക് കയറി വന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു സിവാക്കുണ്ട്, നല്ല കട്ടിയുണ്ടത്. അപ്പോ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫനദറ ഇലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ അറാക്കിൻ കഷ്ണത്തിലേക്ക് ഒന്ന് നോക്കി. ആയിഷ ബീവി പറയാൻ, ഫളനന്തു അന്ന ലഹു ഫീഹി ഹാജ. അപ്പൊ എനിക്ക് മനസ്സിലായി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബ്രഷ് ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്. എപ്പോ? ഈ ഹദീസിൽ ഈ 2 വരി നമ്മളൊന്ന് വായിച്ചു നോക്കുകയാണ്. ഫനദറ ഇലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫളനന്തു അന്ന ലഹു ഫീഹി ഹാജ. റസൂൽ അതിലേക്ക് നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി റസൂലിനെ ബ്രഷ് ചെയ്യേണ്ട ആഗ്രഹമുണ്ട്. സഹോദരങ്ങളെ, ഒരു കണ്ണിന്റെ ചലനത്തിൽ നിന്നും എന്റെ ഭർത്താവ് ഇപ്പോൾ എന്ത് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് പറ്റി. ആയിഷ ബീവി സഹോദരന്റെ കയ്യിൽ നിന്ന് അറാക്ക് വാങ്ങി വായിലിട്ട് കടിച്ചൊന്ന് പാകപ്പെടുത്തി പ്രവാചകന്റെ പല്ല് വൃത്തിയാക്കി കൊടുത്തു. ചരിത്രം നമുക്കറിയാം. ഞാൻ പറഞ്ഞത്, ഒരു നോട്ടം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിനെ വായിക്കാൻ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് കഴിഞ്ഞു. അത് മനസ്സുകൾ തമ്മിൽ പങ്കുവെക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന നേട്ടമാണ്. ഇനി തിരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ സഫിയ റളിയല്ലാഹു അൻഹയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവര് അറബികളുടെ കുടുംബ പരമ്പരയിൽ നിന്ന് വരുന്ന ആളല്ല സഫിയ റളിയല്ലാഹു അൻഹ. അഹ്ലു കിതാബിന്റെ പരമ്പരയിൽ വരുന്ന ആളാണ്. ഒരിക്കൽ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ നാവിൽ നിന്ന് ഇവിടെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരു കുടുംബമൊന്നും ഇല്ലാത്ത ഒരാള് എന്ന നിലയ്ക്ക് ഒരു പ്രയോഗമുണ്ടായി. സഫിയ റളിയല്ലാഹു അൻഹ കരഞ്ഞുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കടന്നു വന്നു. എന്നിട്ട് സഫിയ റളിയല്ലാഹു അൻഹ എന്ന തന്റെ ഭാര്യയെ ആശ്വസിപ്പിക്കുന്ന ഒരു വാക്കുണ്ട്. സഫിയ, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? നിങ്ങളെപ്പോലെ അഭിമാനിക്കാനും സന്തോഷിക്കാനും കഴിയുന്ന ആരാണ് ഇവരുടെ കൂട്ടത്തിലുള്ളത്? നിങ്ങളുടെ ഉപ്പ ഒരു നബിയാണ്, നിങ്ങളുടെ പിതൃവ്യൻ ഒരു നബിയാണ്, നിങ്ങളൊരു നബിക്ക് കീഴിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറയാൻ ഇവർക്ക് ആർക്കെങ്കിലും പറ്റുമോ? പിന്നെന്തിനാ കരയണേ? കാരണം സഫിയ റളിയല്ലാഹു അൻഹയുടെ പിതാക്കളുടെ പരമ്പര ചെന്ന് മുട്ടുന്നത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയിലാണ്. അപ്പൊ അങ്ങനെ ബാക്കക്ക് ഉപ്പ അങ്ങനെ ബാക്കക്ക് പോയാല് മൂസാ നബി അല്ലേ നിങ്ങളുടെ ഒരു ഉപ്പ? ആ ഉപ്പാന്റെ സഹോദരനല്ലേ ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം? പിന്നെ ഇപ്പൊ നിങ്ങൾ ജീവിക്കണതോ
ഞാനാകുന്ന റസൂലിന്റെ കീഴിലാണ്, പിന്നെന്തിനാണ് നിങ്ങൾ കരയുന്നത്? എത്ര മനോഹരമായിട്ടാണ് സ്വന്തം ഭാര്യയുടെ കണ്ണുനീരിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒപ്പിയെടുത്തത്. അങ്ങനെ നമുക്ക് പറ്റുന്നുണ്ടോ സഹോദരങ്ങളെ? ആറാമത്തെ കാര്യം, ബാധ്യതകൾ പരസ്പരം തിരിച്ചറിയണം. ബാധ്യതകൾ പരസ്പരം തിരിച്ചറിയണം. മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹുവിന്റെയും അബൂദർദാ റളിയല്ലാഹുവിന്റെയും ചരിത്രം പല ആവർത്തി നമ്മൾ കേട്ടതാണ്. പകല് മുഴുവൻ നോമ്പെടുത്ത് രാത്രി സമയങ്ങൾ മുഴുവൻ നമസ്കാരത്തിന് വേണ്ടി മാറ്റിവെച്ച അബൂദർദാ റളിയല്ലാഹു അൻഹുവിനോട് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. ചരിത്രം വിശാലമാണ്, ഞാൻ സമയക്കുറവുകൊണ്ട് അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ അവസാനത്തെ ഒരു വാക്കുണ്ട്, ഇന്നലി റബ്ബിക അലൈക ഹഖ്ഖ വലി നഫ്സിക അലൈക ഹഖ്ഖ വലി അഹ്ലിക അലൈക ഹഖ്ഖ ഫഅഅതി കുല്ലദി ഹഖ്ഖിൻ ഹഖ്ഖഹു. നിന്റെ റബ്ബിനോട്, താങ്കളുടെ റബ്ബിനോട്, ശരീരത്തോട്, കണ്ണിനോട്, കുടുംബത്തോട്, എല്ലാവരോടും താങ്കൾക്ക് ബാധ്യതയുണ്ട്. എല്ലാവർക്കും കിട്ടേണ്ട അവകാശങ്ങളെ വകവെച്ചു കൊടുത്ത് എല്ലാവരോടുള്ള ബാധ്യത നിർവഹിക്കണം. പരസ്പരം ബാധ്യതകൾ തിരിച്ചറിയണം നമ്മൾ. ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോട്, ഭർത്താവിന് ഭാര്യയോടുള്ള ബാധ്യതകൾ എന്താണ്? മക്കൾക്ക് മാതാപിതാക്കളോടും, മാതാപിതാക്കൾക്ക് മക്കളോടുമുള്ള ബാധ്യതകൾ എന്താണ്? ആ ബാധ്യതകളെ തിരിച്ചറിയാൻ കഴിയുന്നിടത്താണ് സഹോദരങ്ങളെ കുടുംബജീവിതത്തിൽ നമുക്ക് വിജയിക്കാനാവുക. വിശദമായി പറയേണ്ട വിഷയമാണ്. ഓരോ ബാധ്യതകളും അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. ബാധ്യതകളെ പരസ്പരം തിരിച്ചറിയാനാവുക എന്നത് വളരെ പ്രധാനമാണ്. എട്ടാമത്തെ കാര്യം, നമ്മൾ ദീനിൽ പരസ്പരമുള്ള സ്ഥാനങ്ങളെ തിരിച്ചറിയണം. ദീനിലുള്ള പരസ്പര സ്ഥാനം എന്താണ്? ഭർത്താവ് ആരാണ്? ഉമ്മയും ബാപ്പയും ആരാണ്? ഭാര്യ ആരാണ്? സഹോദരങ്ങളെ, അവർക്ക് ദീന് കൊടുത്തൊരു സ്ഥാനമുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. സോഷ്യൽ മീഡിയയിലേക്ക് പലരും പറയാ, ട്രോളാൻ നടക്കുന്നവർക്ക് പലതും പറയാ, യൂട്യൂബർമാർക്ക് പല നിലക്കും പറയാ, ദീനും ദുനിയാവുമില്ലാതെ ജീവിക്കുന്നവർക്ക് എന്തും പറയാ. മരിച്ച് ഖബറിൽ കൊണ്ടുപോയി വെച്ച് മണ്ണായി തീരുന്നിടത്ത് ജീവിതം അവസാനിക്കും എന്ന് ചിന്തിക്കുന്നവർക്ക് എങ്ങനെയും ജീവിതത്തെ കാണാം. അവർക്ക് എന്തും പറയാം. അതുകൊണ്ടാണ് അത്തരം ചില ആളുകളോട് ഉമ്മാനോടും ബാപ്പാനോടും ബാധ്യത ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രത്യേകിച്ച് ബാധ്യതയൊന്നും ഇല്ല എന്ന് അവര് പറയുന്നത്. അങ്ങനെ ചിന്തിക്കുന്നവരാണ്. അങ്ങനെ ഭാര്യ, ഭർത്താവ്, ഒരാൾക്ക് മറ്റൊരാളെക്കാളും മേൽക്കോയ്മ, ഇതൊന്നും ഇപ്പൊ അങ്ങനെ ഉൾക്കൊള്ളേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് തോന്നിയ പോലെ ജീവിക്കുക, ശരീരത്തിന്റെ ആവശ്യങ്ങൾ പങ്കുവെക്കുക എന്ന് പറഞ്ഞു നടക്കുന്നവർക്ക് എന്തും പറയാം. നമ്മളൊരു ദീനിനെ ഉൾക്കൊള്ളുന്നവരാണ്. അതുകൊണ്ട് ദീന് കൊടുത്ത സ്ഥാനം എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആരാ? ബാപ്പയും ഉമ്മയും. ബാപ്പാക്കും ഉമ്മാക്കും അള്ള കൊടുത്തൊരു സ്ഥാനമുണ്ട്. വിശുദ്ധ ഖുർആനിൽ 5 തവണ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വബിൽ വാലിദൈനി ഇഹ്സാന. വബിൽ വാലിദൈനി ഇഹ്സാന, ഉമ്മാനോടും ബാപ്പാനോടും നന്മ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതാണ്. തൗഹീദിനെ പഠിപ്പിക്കുന്നിടത്താണ് വിശുദ്ധ ഖുർആനിലെ വചനങ്ങളിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ ഈ വിഷയം കടന്നു വന്നിട്ടുള്ളത്. തൗഹീദ് പറയുന്നിടത്ത് ബാപ്പ പറയുന്ന വാക്കിനെ അനുസരിക്കണം. ഏതെങ്കിലുമൊക്കെ യൂട്യൂബർമാര് തോന്നിയ പോലെ ജീവിക്കാൻ പറയുമ്പോൾ അത് സ്വീകരിച്ചു പോവേണ്ടവരല്ല പ്രിയപ്പെട്ടവരെ നമ്മളാകുന്ന മക്കൾ. ഭർത്താവിന് ഇസ്ലാം കൊടുത്ത സ്ഥാനം എന്താ? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ലൗ കുൻതു ആമിറൻ അഹദൻ അൻ യസ്ജുദ ലി അഹദിൻ ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലി സൗജിഹാ. ലോകത്തൊരു മനുഷ്യന് മറ്റൊരാളുടെ മുന്നിൽ സുജൂദ് ചെയ്യാനുള്ള അവകാശവും അതിനുള്ള അർഹതയും കൽപ്പനയും ഉണ്ടാകുമായിരുന്നെങ്കിൽ, അത് പറ്റുന്നൊരു കാര്യമായിരുന്നെങ്കിൽ, ഭാര്യമാരോട് ഭർത്താവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ ഞാൻ പറയുമായിരുന്നു എന്ന് പറഞ്ഞിടത്തുണ്ട്. ആരാ ഭർത്താവ്? അയാൾക്കുള്ള സ്ഥാനം എന്താണ്? അയാളോടാ ചൂടാകണത്, അയാളോടാണ് ശബ്ദമുയർത്തി സംസാരിക്കുന്നത്. പാടില്ല. നമുക്ക് ഇസ്ലാം അവർക്ക് കൊടുത്ത സ്ഥാനം എന്താണ് എന്ന് തിരിച്ചറിയണം. തിരിച്ച് പെണ്ണിന്റെ കാര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, അള്ളാന്റെ നാമം ഉച്ചരിച്ച കരാറുള്ളത് കൊണ്ടാണ് അവർ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടവരായത്. പടച്ചോന്റെ പേരുച്ചരിച്ച് കരാറിൽ ഏർപ്പെട്ട ആൾക്കാരാണ് നമ്മൾ ഓരോരുത്തരും. ബിസ്മി ചൊല്ലി ഏറ്റെടുത്തതാണ് നമ്മൾ ഓരോരുത്തരും.
അതുകൊണ്ട് തന്നെ അവിടെയുള്ള ബാധ്യത നിർവഹിക്കാതിരുന്നാൽ ആ കരാറിലാണ് നമ്മൾ വീഴ്ച വരുത്തുന്നത് എന്ന ബോധ്യം ഉണ്ടാകണം. മാത്രമല്ല, നമ്മുടെ സ്വഭാവത്തിന് സർട്ടിഫിക്കറ്റ് തരാനുള്ള അവകാശവും അർഹതയും ഉള്ളത് അവർക്കാണ് എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അഹ്സനുഹും ഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇഹിം, നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമ സ്വന്തം ഭാര്യയോട് മാന്യമായി പെരുമാറുന്നവനാണ് എന്ന പ്രവാചകാധ്യാപനത്തെ ഉൾക്കൊള്ളണം. മക്കളാരാ, അവരോടുള്ള ബാധ്യത എന്താ തിരിച്ചറിയണം മാതാപിതാക്കൾ. അങ്ങനെ ഇസ്ലാം ഭാര്യയ്ക്ക് കൊടുത്ത, ഭർത്താവിന് കൊടുത്ത, മക്കൾക്ക് കൊടുത്ത, മാതാപിതാക്കൾക്ക് കൊടുത്ത സ്ഥാനം എന്താണ്, പദവി എന്താണ് എന്ന് ബോധ്യപ്പെടുന്നിടത്താണ് സഹോദരങ്ങളെ നമ്മുടെ കുടുംബം മനോഹരമാകുന്നത്. എട്ടാമത്തെ കാര്യം, നമ്മൾ ഒരിക്കലും പരലോകത്തെ മറന്നു പോകരുത്. നമ്മൾ ഒരിക്കലും പരലോകത്തെ മറന്നു പോകരുത്. ഇവിടെ നമ്മുടെ അടുത്തുനിന്ന് സംഭവിക്കുന്ന ഏതൊരു വീഴ്ചയും നാളെ പരലോകത്ത് നമുക്ക് തിരിച്ചടിയാകുമെന്ന ചിന്ത ഉണ്ടാക്കണം. ഭാര്യയ്ക്ക് കൊടുക്കേണ്ട ഒരു അവകാശം കൊടുക്കാതിരുന്നാൽ, ഭാര്യയ്ക്ക് കൊടുക്കേണ്ട ഒരു അവകാശം നമ്മൾ കൊടുക്കാതിരുന്നാൽ, ഭർത്താവിന് കൊടുക്കേണ്ട ഒരു അംഗീകാരവും ആദരവും കൊടുക്കാതിരുന്നാൽ, ഉമ്മാക്കും ഉപ്പാക്കും കൊടുക്കേണ്ട വിലയും നിലയും സ്ഥാനവും പദവിയും അനുവദിച്ചു കൊടുക്കാതിരുന്നാൽ, മക്കളോടുള്ള ബാധ്യത തിരിച്ചറിഞ്ഞ് നിർവഹിക്കാതിരുന്നാൽ, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ, ഒരണുത്തൂക്കം സംഭവിച്ചത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും കാണുന്ന, കണക്ക് പറയേണ്ടി വരുന്ന പരലോകത്ത് ബാധ്യതകൾ ചോദ്യം ചെയ്യപ്പെടുമെന്ന ബോധ്യം ഉണ്ടാകണം. പരലോകം തിരിച്ചറിയലാണ് കുടുംബം മനോഹരമാകാനുള്ള വഴി. ഒൻപതാമത്തെ കാര്യം, ഒരിക്കലും കുടുംബത്തിന് വേണ്ടി കൊടുക്കുന്ന സമയത്തിന്റെ, സമ്പത്തിന്റെ കണക്ക് നമ്മൾ പറയരുത്. മക്കൾക്ക് വേണ്ടി ചെലവഴിക്കാൻ, ഭാര്യയ്ക്ക് വേണ്ടി ചെലവഴിക്കാൻ. ഭാര്യ ഒരു അസുഖത്തിന്റെ കാര്യം ഇങ്ങനെ പറയാം, അപ്പൊ ഭർത്താവ് ഇങ്ങനെ പറയാണ്, എന്താ പന്നെ ചികിത്സിച്ചപ്പോ എത്ര പൈസയാണ് ഡോക്ടർക്ക് കൊടുത്തത്, നിങ്ങൾ എന്തു വാങ്ങി കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? കുട്ടികളെല്ലാരും പാടെ കൂടി ഒച്ചയും പൊളി ഉണ്ടാക്കി ടൂർ പോവുകയാണ്. അങ്ങനെ ടൂർ പോയി തിരിച്ചു വരുമ്പോ ഇങ്ങനെ പറയണേ, ഈ 2 ദിവസത്തെ യാത്രയുണ്ട് എത്രങ്ങാനും പൈസ ചെലവായ, പിന്നെ ആ യാത്രക്ക് എന്ത് രസം ഉണ്ടാകുക. ആ ചെലവഴിച്ചത് അത് കൂലി കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ സ്വതക്കയുടെ കൂലി കിട്ടുന്നുണ്ട്. എന്നോട് കണക്ക് പറയാതിരിക്കണം. 10ാമത്തെ കാര്യം, സഹോദരങ്ങളെ, ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം. ഇത് പടച്ചോൻ തന്നെ തരേണ്ടതാണ്. നമ്മൾ എന്തൊക്കെ ചെയ്താലും, മേൽപ്പറഞ്ഞ 9 കാര്യങ്ങൾ നമ്മൾ നടപ്പിലാക്കിയാലും കുടുംബത്തിന്റെ മനോഹാരിതയും സന്തോഷവും പടച്ചോൻ തരേണ്ടതാണ്. അതുകൊണ്ടാണ് തൗഹീദുള്ള, തഖ്വയുള്ള, ദീനീബോധമുള്ള, പടച്ചോന് വേണ്ടി ജീവിതത്തെ സമർപ്പിക്കുന്ന അള്ളാന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ ഗുണഗണങ്ങളെ എണ്ണിപ്പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല. അവർ തൗഹീദിൽ കണിശതയുള്ളവരാണ്, വ്യഭിചരിക്കാത്തവരാണ്, തിന്മ ചെയ്യാത്തവരാണ്, രാത്രികളിൽ എഴുന്നേറ്റ് നമസ്കരിക്കുന്നവരാണ്, മാന്യമായി സംസാരിക്കുന്നവരാണ്. അങ്ങനെ പറഞ്ഞവരുടെ മറ്റൊരടയാളം അല്ലാഹു പറഞ്ഞില്ലേ, വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. തൗഹീദുള്ള മനുഷ്യർ, തഖ്വയുള്ള മനുഷ്യർ, അനാവശ്യത്തിലേക്ക് കണ്ണും കാതും കൊടുക്കാത്തവർ, വ്യഭിചരിക്കാത്തവർ, അധർമ്മങ്ങൾ ചെയ്യാത്തവർ, കൊലപാതകത്തിൽ ഏർപ്പെടാത്തവർ, അള്ളാഹുവിന്റെ ആയത്തുകളും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളും കാണുമ്പോ അതിനെക്കുറിച്ച് പഠിച്ചു മനസ്സിലാക്കാൻ ശ്രമിക്കാതെ അതിൽ അന്ധരായി വീണു പോകുന്നവർ, ഇങ്ങനത്തെ ഗുണങ്ങളൊന്നുമില്ലാത്ത നന്മയുള്ള തഖ്വയുള്ള തൗഹീദുള്ള ദീനിന് വേണ്ടി ജീവിതം കൊടുക്കുന്ന മനുഷ്യർ, വല്ലദീന, അവരൊരു കൂട്ടം ആളുകൾ കൂടിയാണ്, യഖൂലൂൻ, അവരിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ. പടച്ചോനെ, മക്കളിൽ നിന്ന്, ഇണകളിൽ നിന്ന് കൺകുളിർമ അനുഭവിക്കാൻ കഴിയുന്ന മനോഹാരിതയുള്ള ഭംഗിയുള്ള ഒരു കുടുംബ ജീവിതം നീ എനിക്ക് നൽകണമേ. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ, അതിന് പറ്റുന്ന മാതൃകാ യോഗ്യമായ ഒരു ജീവിതം നയിക്കാനും മുത്തഖീങ്ങൾക്ക് ഇമാമായി മാറാനും സാധിക്കണേ. സഹോദരങ്ങളെ, ചുരുങ്ങിയ സമയത്ത് കൂടുതൽ വിശദീകരണങ്ങളില്ലാതെ 10 കാര്യങ്ങൾ ഞാൻ ഓർമ്മിപ്പിച്ചു പോയതാണ്. ഇൻഷാ അല്ലാഹ് വിശദമായ വിശദീകരണങ്ങൾ മഗ്‌രിബിന് ശേഷമുള്ള സംസാരത്തിൽ കടന്നു വരും. ഈ പറഞ്ഞ 10 കാര്യം സൂചന മാത്രമേ തന്നിട്ടുള്ളൂ. വിശദമായി പഠിച്ച്
ആണും പെണ്ണും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അള്ളാന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ മനോഹരമായ ഒരു കുടുംബ ജീവിതം അനുഭവിക്കാൻ നമുക്ക് സാധിക്കും. അള്ളാഹു ദിനെ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദീന് കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി അതനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ റബ്ബ് നമ്മെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.